ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ എമ്പുരാൻ ഭീകരതയിലാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് തന്നെ പറയാം. ഇന്ന് രണ്ടാം ദിവസം അതുതന്നെയാണ് പ്രകടനം കാഴ്ചവെക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. രണ്ടാം ദിവസം മണിക്കൂറിൽ 12,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത്. നമുക്കറിയാം, ആദ്യ ദിനങ്ങൾക്ക് മുമ്പ് തന്നെ, ആദ്യ ദിനത്തിന് മുന്നോടിയായിട്ട് തന്നെ ഒരുപാട് ടിക്കറ്റുകൾ, 11 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് വിറ്റുപോയ സ്ഥലത്ത് വീണ്ടും ടിക്കറ്റുകൾ ആഡ് ചെയ്യപ്പെടുമെന്നറിയുമ്പോൾ അതൊരു ഗംഭീര സംഭവം തന്നെയാണ്. രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മികച്ച രീതിയിലുള്ള ബുക്കിങ്ങുമായി സിനിമ കുതിച്ചു പായുമ്പോൾ ആദ്യ ദിനത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് എന്ന് തന്നെ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത് 14.5 കോടിയാണ് ആദ്യ ദിനത്തെ കളക്ഷനായി വന്നതെങ്കിൽ നോർത്ത് സർക്കിളിൽ നിന്ന് 2,20,00,000 രൂപയും, തമിഴ്നാട്ടിൽ നിന്ന് 2,10,00,000 രൂപയും, കർണാടകത്തിൽ നിന്ന് 3,80,00,000 രൂപയ്ക്ക് മുകളിലുമാണ് എന്നാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ ആയിട്ട് ഡൊമസ്റ്റിക്കിൽ നിന്ന് വന്നിരിക്കുന്നത് 24,40,00,000 രൂപയോളമാണ്. ഇത് ഒരു മലയാള സിനിമയുടെ, പല മലയാള സിനിമകളുടെയും മൊത്ത കളക്ഷനാണ് എന്ന് പറയാം. ഇത് റെക്കോർഡാണ്. എമ്പുരാൻ 1000-ന് മുകളിലുള്ള ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഓരോ മണിക്കൂറിലും. ബുക്ക് മൈ ഷോ ചുവന്ന് തുടുത്ത് അങ്ങനെ ഞെട്ടിക്കുന്ന തരത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മണിക്കൂറിൽ 12,000-ന് മുകളിൽ, രാവിലെ 8,000-ന് മുകളിലായിരുന്നുവെങ്കിൽ അമ്മാതിരി തൂക്കി തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത ലെവലിലാണ് എമ്പുരാൻ്റെ പോക്ക്. ആദ്യ 5 ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ എമ്പുരാന് ടിക്കറ്റ് കിട്ടാനില്ല. ഓസ്ട്രേലിയയും ന്യൂസിലാൻഡിൽ നിന്നും സിനിമ നേടിയിരിക്കുന്നത് 3,22,00,000 രൂപയോളമാണ് ആദ്യ ദിനത്തിൽ നിന്നും മാത്രമായിട്ട്. മലയാള സിനിമയ്ക്ക് സ്വപ്നം മാത്രം കാണാൻ കഴിയുന്ന കാലത്തിൽ നിന്ന് അത് യാഥാർത്ഥ്യമാക്കുന്ന കാലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു മോഹൻലാൽ എന്ന് തന്നെ പറയാം. അതെ, ഓസ്ട്രേലിയയിൽ നിന്ന് 2,63,00,000 നേടിയപ്പോൾ ന്യൂസിലാൻഡിൽ നിന്ന് 59,00,000 രൂപയോളമാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇനിയും ട്രാക്കേഴ്സ് മുഖാന്തരം നമ്മൾ സ്ഥിരമായി ട്രാക്കിംഗ് ഡാറ്റ എടുക്കുന്ന ട്രാക്കേഴ്സിൽ നിന്ന് വന്നിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. 3,501 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 78,000-ഓളം ഓഡിയൻസ് കാണുകയും 88% ഒക്യുപ്പൻസിയിൽ 13 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് ട്രാക്കേഴ്സ് മുഖാന്തരം 13 കോടി എന്ന് പറയുമ്പോൾ 15.5-16 കോടി തന്നെയാണ്. അതായത് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത് 15 കോടിയാണ് എന്നുള്ളതാണ് കളക്ഷൻ. അതും ഗംഭീര ഒക്യുപ്പൻസി തന്നെയാണ് വന്നിരിക്കുന്നത്. ലിയോയെ ഇവിടെ തകർത്ത് ഓടിച്ചു വിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. രണ്ടാം ദിവസമായ ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന 735 ഷോകളിൽ നിന്ന് 1,00,000-ഓളം ജനങ്ങൾ കണ്ടുവെന്നും 52% ഒക്യുപ്പൻസി. പലരും ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം അവർ അറിയുന്നില്ല. ഇത്ര കനത്ത ഡീഗ്രേഡിങ് വന്നിട്ടും സിനിമയ്ക്ക് ഇത്രത്തോളം തിരക്കുണ്ടെങ്കിൽ അത് ഏത് റേഞ്ചാണ് സിനിമ എന്നുള്ളത്. ഇന്ന് പ്രതീക്ഷിക്കുന്നത് 10 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ്. അതായത് 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 26 കോടി പ്രതീക്ഷിക്കുകയാണ്. ഇതുവരെ 1,89,00,000 രൂപ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഒരു ബ്രഹ്മാണ്ഡ ഹിറ്റിലേക്ക് സിനിമ നീങ്ങുന്നു. സിനിമയ്ക്ക് മിക്സ്ഡ് റിപ്പോർട്ടുകൾ കൂടുതൽ വരുന്നു. എന്നിരുന്നാൽ പോലും ആദ്യ 5 ദിവസത്തെ സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് സിനിമ 70 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നും വേൾഡ് വൈഡായിട്ട് സിനിമ 200 കോടിക്ക് മുകളിലെത്തുമെന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാവുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. തീർച്ചയായും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കാത്തിരിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.